ഞങ്ങളുടെ അപ്പുറത്തെ പെരയിൽ ഇഷ്ടം പോലെ കറുത്തുങ്കായ, അതായത് പപ്പായ ഇങ്ങനെ പഴുത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളോടാണെങ്കിൽ ആ പെരക്കാർ പൊട്ടിച്ചോളി മൂലക്ക് വലിയ ആവശ്യമൊന്നുമില്ല തോന്നുന്നുണ്ട്. നമുക്കാണെങ്കിലോ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പോൾ എൻ്റെ ഇപ്പോൾ പോയി കണ്ട് പപ്പായ കുറേ എണ്ണം പൊട്ടിച്ചിട്ടിട്ട് ഇതുമാതിരി കുടിയിൽ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ട് ഒക്കെപ്പാടെ ഒന്നിച്ചാണ് പഴുത്ത്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ. എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് കണ്ണൂർ കോക്ടെയിൽ ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ്. ഒറിജിനൽ കോക്ടെയിൽ നമുക്ക് എന്തായാലും ആക്കാൻ കഴിയൂലല്ലോ, പക്ഷെ എന്നാലും നമുക്ക് കഴിയുന്ന രീതിക്ക് നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി എടുക്കാമെന്ന് തന്നെ കരുതിയിട്ട് ഞാൻ ആദ്യം ക്യാരറ്റ് എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടാ. അപ്പോൾ ക്യാരറ്റ് നല്ല തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് കുറച്ച് വെള്ളത്തിൽ നല്ല പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം വെള്ളമൊന്നും ഇല്ലാണ്ട് ഈ ഒരു ക്യാരറ്റ് ഞാൻ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റാട്ടോ കൂടുതൽ എടുക്കേണ്ടത്, പപ്പായ കുറച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ 1 കപ്പ് ക്യാരറ്റ് ആണെങ്കിൽ 1/2 കപ്പ് പപ്പായ എന്നുള്ള അളവിൽ എടുത്താൽ കേട്ടോ. അതിക്ക് നമുക്ക് നല്ല കട്ടിയാക്കിയിട്ടുള്ള പാലാണ്, ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കിയിട്ടുള്ള പാല് ഞാനിതാ ഇവിടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 കപ്പ് പാലുണ്ടാവും. പിന്നെ അതിക്കൊരു 2 സ്പൂൺ ഐസ്ക്രീമും പാടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഐസ്ക്രീം പിന്നെ എത്ര ഇട്ടാലും ടേസ്റ്റ് ആയിരിക്കാരെന്ന് അറിയാലോ. പിന്നെ അതിലേക്ക് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മധുരത്തിനനുസരിച്ചിട്ട് എത്ര ഞങ്ങൾ എടുത്തോളൂ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കട്ടിക്കാണ് നമ്മുടെ ജ്യൂസ് വേണ്ടത്. ഇതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ്. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, എന്നാലാണെങ്കിലും ഒരുപാട് ലൂസ് പോലെ ആയാലും വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സെർവ് ചെയ്യാൻ പോണ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും പിന്നെ കുറച്ച് കോൺഫ്ലേക്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ പീടിയെ പോയി വാങ്ങിക്കൊടുന്ന് പാക്കറ്റ് പൊട്ടിച്ച് നോക്കുമ്പോഴാണ് ചോക്കോസ് ആണെന്നുള്ളൊരു അന്തം എനിക്ക് വന്നത് കേട്ടോ. എന്തായാലും ഞാൻ അതും കഴിക്കാൻ രസമാണല്ലോ വെച്ചിട്ട് അത് പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, സംഭവം കഴിഞ്ഞിക്കണ്. പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിനും ഒരു തൃപ്തിക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഐസ്ക്രീം അതിൻ്റെ മുകളിലൊന്ന് ഇട്ടെടുത്തു എന്നുള്ളത് നേരാണ്. പിന്നെ ഐസ്ക്രീം എത്ര ഇട്ടാലും ടേസ്റ്റിന് ഒട്ടും കുറയൂല എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം അതിൻ്റെ മുകളിൽ ഭംഗിക്ക് ഇതുമാതിരി 2 ചോക്കോസും കൂടി വെച്ച് കൊടുത്തിക്കണ്. പിന്നെ നമുക്ക് എന്താ പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല, നല്ല നീളമുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇളക്കിയെടുക്കണം. നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഒരു ഇടയിൽ കൂടെ നമ്മളിങ്ങനെ ആ ഒരു അണ്ടിപ്പരിപ്പും നമ്മുടെ ആ ഒരു ചോക്കോസും ഒക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് പപ്പായയുടെ സീസൺ കഴിയുന്നതിന് മുമ്പ് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളോട് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അതുമാതിരി തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്